പൂട്ട് എന്തോ ഇട്ട് കൂടുതൽ അകത്തി പൊളിച്ചാണ് അകത്ത് കയറിയത്. അവന്റെ പൈസയും അവന്റെ ആംപ്ലിഫയറും പേഴ്സിനകത്തിരുന്നത്. പക്ഷെ ബുദ്ധിയുള്ളവനായിട്ടാണ് അവന്റെ ഫോൺ കൊണ്ടുപോയില്ല. ഫോൺ കൊണ്ടുപോയി പിടിക്കുമെന്ന് അറിയാമല്ലോ. ആര് ചെയ്താലും ഇത് വളരെ നികഷ്ടമാണ്, ദൈവത്തിന് നിരക്കുന്ന കാര്യമല്ല. അവൻ ഇതിന്റെയൊക്കെ അനുഭവിച്ച് തന്നെ തീരണം. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത്. സാധാരണ നമ്മളുടെ എവിടെയെങ്കിലും നമുക്കെന്തെങ്കിലും കളഞ്ഞിട്ട് നമ്മുടെ അടുത്ത് സ്റ്റേഷൻ ഏൽപ്പിക്കുക, ഉടനെ ഏൽപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊരു പാവപ്പെട്ടവരുടെ കടയൊക്കെ കുത്തിപ്പൊളിച്ച് കയറി അവനെ അത്താഴ്പട്ടിണിക്കാരനാക്കുമെന്ന് വെച്ചാൽ എന്തോ ഒരു ദയനീയതയാണ് കാണിക്കുന്നത്. ഇത് സങ്കടകരമായ കാര്യമാണ്. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞിട്ടൊന്ന് സാധനം മേടിക്കാനും ഒക്കെ ഇരുന്ന പൈസയാ അത് മുറിച്ചുകൊണ്ട് അത് വലിയ കഷ്ടമായിപ്പോയി. ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. രുചിമുറ്റം എന്ന തട്ടുകടയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ ഇന്ന് വെളുപ്പാങ്കാലത്ത് വലിയൊരു മോഷണം നടന്നു. നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കഷ്ടപ്പാടിൽ കൂടെ അവർ തുടങ്ങിയ ഒരു കടയാണ്. നമുക്കാണ് ഇതാണ് ആ കട. ഇവിടെ വിശന്ന് ആര് വന്നാൽ പോലും പൈസ ഇല്ലെങ്കിൽ പോലും ആഹാരം കൊടുക്കാൻ മനസ്സുള്ള ഈ അമ്മയും മകനും, അവർക്ക് ഇന്ന് ഈ കട നടത്താനുള്ള പൈസ അവരുടെ കയ്യിലില്ല. അതുകൂടിയാണ് അവരെടുത്തുകൊണ്ട് പോയതല്ലയോ. അപ്പൊ ഇവർക്ക് ഇന്ന് ആഹാരം കഴിക്കുവാനുള്ള പൈസ ഇല്ല. അപ്പം നാളെ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു കട മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ ഈ വഞ്ചന കിട്ടിയ ഞങ്ങളുടെ വരുമാനം, ഞങ്ങളുടെ ജീവിതമാർഗം, ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസകൾ സ്വരൂപിച്ചാണ് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മൾ ആരും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനെ വന്ന് പാവപ്പെട്ടന്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകരുത്. കാലത്ത് ആരൊക്കെ ഇവിടെ വന്നാണ്ട് ഈ ഗ്രില്ല് ആണ്ട് ഇത് പൂട്ട് പൊളിച്ച് ഇതിൽ നിന്ന് എത്ര രൂപ എടുത്തോണ്ട് പോയെ? എന്റെ പേഴ്സിനകത്ത് 6000 രൂപ ക്യാഷ് ഉണ്ടായിരുന്നു. മേശയില് പൈസ എണ്ണാതെ കുറെ പൈസ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഡെയിലി കട 2 മാസമായി ഡെയിലി 200 രൂപ വെച്ചിട്ട് വഞ്ചിക്കത്ത് ഇരുന്നുണ്ടായിരുന്നു. ഒരു 5000 രൂപയോളം ആ വഞ്ചിക്കത്തിൽ ഏകദേശം ഉണ്ട്. ആ വഞ്ചി പിന്നെ സൗണ്ട്സിന്റെ സോണിന്റെ ആംപ്ലിഫയർ വഞ്ചിയായിരുന്നു. ഈ എല്ലാ ദിവസങ്ങളിലും കയ്യിലുള്ള 200 രൂപയും 300 രൂപയൊക്കെ ഇട്ടിട്ട് ഇപ്പൊ 2 മാസമായി തുടങ്ങിയിട്ടില്ലേ? ഒരു വഞ്ചിയില് കുറെ പൈസകൾ സ്വരൂപിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ 500 രൂപയും വെച്ചിട്ടിട്ട് അങ്ങനെ ഒരു 10-10000 രൂപ എടുത്ത് ഒപ്പിച്ച് വെച്ച് അതുവരെ എടുത്തുകൊണ്ട് പോയില്ലേ? അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇതിപ്പോ ആരായാലും ഈ ദ്രോഹം ചെയ്ത ആരായാലും അവരെ കണ്ടുപിടിച്ചിരിക്കണം. അതിന് മാക്സിമം ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ ഈ അമ്മയുടെ മകന്റെ ഈ ഒരു കണ്ണീര് നമുക്ക് തുടയ്ക്കണം.